എരിവ് കേട്ടോ. ഹായ്, എല്ലാവർക്കും നമസ്കാരം ഉണ്ട് കേട്ടോ. നമ്മളിപ്പോൾ ഉള്ളത് വീരാജപ്പാട്ടക്കാണ്, നമ്മളെ അടുത്തിൻ്റെ മാമൻ്റെ വീട്ടിൽ. അപ്പോൾ ഇവിടെ തെയ്യമുണ്ട്. അപ്പോൾ കഴിഞ്ഞ ആഴ്ച അടുത്ത് ഇങ്ങോട്ട് വന്നിനു. ഇത് നമ്മളെ അടുത്ത് തീർത്തന്നെ ഉണ്ട് കേട്ടോ. അപ്പോൾ കഴിഞ്ഞ ആഴ്ച അടുത്ത് ഇങ്ങോട്ട് വന്നിന്. ഇവിടെ ഇപ്പോൾ ഒരാഴ്ചയല്ലേ വന്നിട്ട്, ഒരാഴ്ചയായി. അപ്പോൾ ഇന്ന് വെച്ചാൽ മാർച്ച് 29 29, 30, 31 3 ദിവസത്തെ തെയ്യാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ മാമൻ കെട്ടുന്ന തെയ്യം ഇന്ന് രാവിലെ ഉണ്ട്. ഇന്ന് രാവിലെ എത്ര ഏകദേശം ടൈം? 10 മണിക്ക് ഏകദേശം ഒരു 10-10:30 ആകുമ്പോൾ മാമൻ കെട്ടുന്ന തെയ്യമുണ്ട്. അത് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത്. ഞാനും അനിയനാന്ന് വന്നിന്. നാട്ടിൽ നിന്ന് സ്കൂട്ടി എടുത്തിട്ട് രാവിലെ ഒരു 8 മണിയാകുമ്പോൾ നാട്ടിൽ നിന്ന് വിട്ടിന്. ഒരു 1.5 മണിക്കൂർ കൊണ്ട് ഇവിടെ എത്തിന്. അപ്പോൾ ഇപ്പം മാമൻ്റെ വീട്ടിൽ നമ്മൾ ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. ഈ കാവിൻ്റെ പേരെന്നാ വെച്ചാൽ അടുത്ത് പറയും കേട്ടോ. ബാളുകോട് കണ്ടിമക്കി. ബാളുകോട് കണ്ടിമക്കി. മാമൻ എടുത്ത തെയ്യത്തിൻ്റെ പേര് മൂർത്തി. ഇവിടുത്തെ പ്രധാനപ്പെട്ട തെയ്യത്, ഇവിടുത്തെ പ്രധാനപ്പെട്ട തെയ്യാന്ന് മാമൻ കിട്ടുന്ന കേട്ടാ, മൂർത്തി തെയ്യം. ഇവിടെ ഏകദേശം ഒരു 36 തെയ്യമുണ്ടെന്നാണ് പറയുന്നത്. 3 ദിവസമായിട്ട് 36 തെയ്യമുണ്ട്. അപ്പം നമ്മളിന്ന് രാവിലെ ഇവിടെ എത്തി. ഇനിയിപ്പോൾ ഇന്ന് വൈകുന്നേരം മാമൻ്റെ തെയ്യം കഴിഞ്ഞപ്പോൾ നാട്ടിലേക്ക് തന്നെ പോകും. എന്നിട്ട് നാളെയും കഴിഞ്ഞിട്ട് മറ്റന്നാൾ ആദ്യം ഇങ്ങോട്ട് തന്നെ വരുന്നുണ്ട് കേട്ടോ. വേറെ കുറേ തെയ്യമുണ്ട്, കാണുന്നുണ്ട്. അപ്പോൾ ഇന്ന് ഇവിടെ നിൽക്കണം എന്നല്ല അടുത്ത് പറഞ്ഞിന്. പക്ഷേ ഇന്ന് ഇവിടെ നിൽക്കുന്നില്ല. നമുക്ക് നാളെ നാട്ടിൽ വേറൊരു തെയ്യമുണ്ട്. അപ്പോൾ ഇന്ന് ഇവിടെ നിൽക്കുന്നില്ല. അപ്പോൾ മറ്റന്നാൾ നാട്ടിൽ നിന്ന് കുറച്ച് ആൾക്കാരും ഉണ്ട്. നമ്മൾ ഒരു ഏട്ടനും പിന്നെ നിശാന്തും ശ്രേയലും വരാമെന്ന് പറഞ്ഞിന്. അപ്പോൾ അവരെയും കൂട്ടിയിട്ട് നമ്മൾ മറ്റന്നാൾ ഇങ്ങോട്ട് തന്നെ വരും. അപ്പോൾ നമുക്ക് നേരെ ഇനിയിപ്പോൾ കാവിലേക്ക് പോവാം. ഇനി അടുത്തേക്കൊന്ന് മാറ്റണം. കുളിച്ച് മാറ്റിയ ശേഷം നമ്മൾ നേരെ കാവിലേക്ക് പോകും. അപ്പോൾ കാവിലെത്തിയിട്ട് കാണാം കേട്ടോ.
നല്ല മോരും വെള്ളം ഉണ്ട് കേട്ടോ, മോരും വെള്ളം. ഇവിടെ അമ്പലത്തിന്റെ വക തന്നെ മോരും വെള്ളം. അത് ഇങ്ങോട്ടാ അനിയൻ കുടിച്ച് കൊണമില്ല പോലും. കുഴപ്പമൊന്നുമില്ലല്ലോ. എരു ഭയങ്കര എരുവട്ടാ. നമ്മളെ കുട്ടികളാണ് കേട്ടോ, കുട്ടികൾ കൊടുക്കുന്നത്. ഹായ് ഹായ്. ഇവിടെ ബെല്ലം വെച്ചിട്ടുണ്ട് കേട്ടോ. ബെല്ലം തിന്നാൻ വേണ്ടിയിട്ട് മോരും വെള്ളത്തിൻ്റെ അപ്പുറം ബെല്ലോ. ഇത് അനിയനെടുത്ത് തിന്നാ ബെല്ലല്ലേ. ഇവിടെ എല്ലാം കാപ്പിത്തോട്ടാ കേട്ടോ, എല്ലാം കാപ്പിത്തോട്ടാ, ഫുള്ളായിട്ട് കാപ്പിത്തോട്ടാ. തൊട്ടപ്പുറം തന്നെ വയലുണ്ട്, ആടെയാണ് ഉച്ചക്കത്തെ ഫുഡ് കേട്ടോ. നമ്മളിവിടെ ഹോട്ടലിൽ വന്നിട്ടില്ല കേട്ടോ. നല്ല ഉണ്ടക്കായി ഉണ്ട്, ഉള്ളിവടയുണ്ട്, സമൂസയുണ്ട്. ഇയാൾക്ക് മലയാളം അറിയാം. മലയാളി. അടുത്ത അനിയനാട് ഇരുന്നിട്ടുണ്ട്. എന്നിട്ട് ചേട്ടൻ്റെ പേരെന്നാ? സുരേഷാ. യൂട്യൂബിൽ വീഡിയോ എടുക്കുന്നുണ്ട്. ആദ്യം സുരേഷ് തന്നെ പറഞ്ഞ പോലെ തന്നെ അനിൽകുമാർ. ഇവിടെ കൊറേയാ കർണാടക ജനിച്ച വീടാ, പക്ഷെ മലയാളം പഠിച്ചിനല്ലോ. മലയാളം പണ്ടേ പഠിച്ചു. മലയാളം തന്നെ. നിങ്ങൾ ലൈം ടീ ഉണ്ടാ? ടൈമില്ല. നല്ല ഉള്ളിവട സൂപ്പറാട്ടാ. ഒരു ഉള്ളിവട തിന്നു ഞാൻ. നല്ല അടിപൊളി ഉള്ളിവട ഒന്ന് നമ്മൾ തിന്നു. നല്ല രസമുണ്ട് കേട്ടാ. അടിപൊളി. നിങ്ങൾ 3 ദിവസം ഇവിടെ കച്ചവടം ഉണ്ടാ? നൈറ്റ്? നൈറ്റിലുണ്ട് ഫുൾ ടൈം. മതിയ ഉറങ്ങൊന്നും വേണ്ട, പൈസ ഉണ്ടാക്കിയാൽ മതി. നമുക്ക് ബ്ലോഗ് ചെയ്യുമ്പോൾ പാട് പൈസ കിട്ടുന്നില്ല, അതുകൊണ്ടല്ല. നിങ്ങൾക്ക് ഒരു ചായ വിറ്റ് അത്ര പൈസയായി. കട്ടൻ ചായക്ക് അത്ര പൈസ? 10-12 രൂപ കട്ടൻ ചായ. നിങ്ങൾക്ക് 1 രൂപ 2 രൂപ ചെലവ്. നിങ്ങൾ ചായപ്പൊടി മനസ്സിലാക്കി ചെറിയ നെറ്റിന് നമ്മള് പൈസ നെറ്റ് ചെലവുണ്ട്, ചെറിയ നെറ്റുണ്ട്. അടുത്തെന്തോ വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ, അപ്പുറത്തുനിന്നാട്ടോ. എന്നാ അടുത്ത സാധനം ചുറു മുറിയാ അപ്പ എന്നാ സാധനം എന്നത് പൊരിയാ. പൊരി, ഉള്ളി, തക്കാളി എല്ലാം കൂടി മിക്സ് ആക്കി, പറഞ്ഞപ്പോൾ എല്ലാം കൂടി മിക്സ് ആക്കി. ടേസ്റ്റ് ഇല്ലേ? അതിന്റെ ഭാര്യ വാരി തിന്നുണ്ടല്ലോ. നമ്മൾ തിന്നാ ശരിയാവൂല കേട്ടോ, പയറാളൂ. കട്ടൻ ചായ. ഭക്ഷണം കൊടുത്തു തുടങ്ങി കേട്ടോ. അപ്പോൾ നമ്മളും ക്യൂ നിൽക്കാമെന്ന് വിചാരിക്കുന്നത്. ചെറിയ ക്യൂ ഉണ്ട് കേട്ടോ. കറി സാമ്പാർ അച്ചാറും. ചിക്കൻ വീട്ടിൽ പോയിട്ട് എല്ലായിടത്ത് ചിക്കൻ വീട്ടിൽ പോയിട്ട് മറ്റന്നാൾ വന്നു. മറ്റന്നാൾ പന്നി ഇറച്ചി. അച്ചാറുണ്ട്. അത് നടത്തി ഫയറായിരത്തി ഫയറല്ലേ? ആ നമ്മൾ ചോറും വാങ്ങിയിട്ട് നമ്മളിങ്ങനെ നടക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ ഇങ്ങനെ ഇരുന്നിട്ട് കഴിച്ചോളാം. വയലാന്ന് ഫുഡ് കഴിക്കുന്ന സ്ഥലം കേട്ടാ. തൊട്ടപ്പുറന്ന് വാങ്ങിയിട്ട് ഇവിടെ വയലിൽ വന്നിട്ട് കഴിച്ചോളാം. ഇരുന്നിട്ടേക്കാ പച്ചരി ചോറാണ് കേട്ടോ. അവിടെ ഇരിക്കേ. ഇവിടെ എല്ലാം ഇരുന്നിട്ടുണ്ട് കേട്ടോ. കുറേ ആൾക്കാർ നിന്നിട്ടുണ്ട്, കുറേ ആൾ ഇരുന്നിട്ടുണ്ട്. ഇവിടുന്ന് പായസം കൊടുക്കുന്നുണ്ട് കേട്ടോ. രണ്ടാമതും ചോറും കറിയിൽ ഇവിടുന്ന് കൊടുക്കുന്നുണ്ട്. പായസമുണ്ട്.
ಇಲ್ಲಿ ದೇವಸ್ಥಾನ ಅಲ್ಲಿ ಚೌಂಡಿ ಕಟ್ಟಿ ಹೊಡ್ತೀಯ ಚೌಂಡಿ ಕಟ್ಟಿ ಹೊಡ್ತೀವಿ ಆನಂದ go and take it.